മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ എപ്പോഴും തന്നെ തയ്യാറാക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതുപോലെ മൈക്രോ ഗ്രീൻസ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ കറികളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കുറച്ചെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് നമുക്കത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ മൈക്രോ ഗ്രീൻസ് കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൊക്കോളി, പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ അല്പം കറിവേപ്പിലയും കൂടി എടുത്തൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. വീഡിയോ കാണുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രൊക്കോളിയും ക്യാരറ്റും മൈക്രോ ഗ്രീൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയുമാണ് ചേർക്കുന്നത്. ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്ന മൈക്രോ ഗ്രീൻസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മണ്ണ് പോലും ആവശ്യമില്ല നമുക്ക് മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുക്കാനായിട്ട്. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ് മൈക്രോ ഗ്രീൻസിൽ. വെജിറ്റബിൾസൊക്കെ ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1.5 കപ്പ് റവ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ റവ ചേർത്തിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ റവയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് റവയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് ഞാനിത് വേറൊരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിലേക്ക് അല്പം തൈരും വെള്ളമൊക്കെ ചേർത്ത് കലക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇച്ചിരി വലിയ പാത്രം ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ തൈര് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. റവയിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇത് കലക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് തൈരും വെള്ളം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നിന്ന് കലക്കിയെടുക്കണം. നമ്മൾ സാധാരണ ഇഡ്ഡലിയുടെ ഒരു പാകത്തിന് അരി കൊണ്ട് തയ്യാറാക്കുന്ന ഇഡ്ഡലിയുടെ ഒരു പാകത്തിനല്ല, അതിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ടാണ് നമ്മൾ ഈ റവയുടെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് ലൂസായി പോകരുത്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിന് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. റവ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായി പോകും. വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുക്കും. ഇത് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനൊരു ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ പാനിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഈ മുളകിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് അതൊന്ന് ചൂടാക്കി എടുത്തത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചൂടാക്കി എടുത്ത മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടെ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെ മൊത്തം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന റവയുടെ മിക്സ്
10 മിനിറ്റായി നമ്മൾ വെച്ചിട്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ആ 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇതിനേക്കാളും ഇത് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇഡ്ഡലി തയ്യാറാക്കാം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്, പിന്നെ റവ ആയതുകൊണ്ട് ഇത് സോഫ്റ്റ് ആയിരിക്കും. എന്നാലും അല്പം കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരുപാട് നേരം വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കണം. ഇഡ്ഡലിയുടെ ഈ തട്ടിലൊക്കെ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോ ചെറിയ തവി വീതം മാവ് കോരി ഒഴിച്ച് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലി മാവ് പോലെയല്ല, ഇത് റവയും അപ്പം വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന 12 മുതൽ 15 മിനിറ്റ് വരെ സമയം മതി ഇത് പാകമായിട്ട് കിട്ടാനായിട്ട്. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി ഇറക്കി വയ്ക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇഡ്ഡലി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ എപ്പോഴും ഇഡ്ഡലി തയ്യാറാക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അവരൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും. കാണാനും നല്ല ഭംഗിയാണ്. കഴിച്ചാൽ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കഴിക്കാനായിട്ട് കറിയുടെ പോലും ആവശ്യമില്ല. ഇനി കറി വേണം എന്നുള്ളവർക്ക് സാമ്പാറോ ചമ്മന്തിയോ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഞാനിവിടെ ചമ്മന്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇഡ്ഡലി വെന്ത് കിട്ടിയ സമയം കൊണ്ട് ചമ്മന്തി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തിയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.